Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസില് നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓൾറെഡി നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും നാളത്തെ എക്സാമിന് ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ശ്രദ്ധിക്കേണ്ട ഏരിയാസിലോട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പോകുന്നത്. അത് മാത്രമല്ല ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ നെറ്റിന്റെ കോച്ചിങ്ങും ആരംഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പേപ്പറിൽ പാസ് ആകണമെങ്കിൽ നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു, നമുക്ക് ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ പ്രോബ്ലത്തിനെ കൂടി നമ്മൾ പരിഗണിക്കണം. പ്രോബ്ലം പഠിക്കാണ്ട് പോകരുത്. പ്രോബ്ലം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹൈ സ്കോറിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. ബട്ട് തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാനൊക്കെ പറ്റും. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളതാണ്. കാരണം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ 7 ചോദ്യങ്ങളിൽ 4 തിയറി മാത്രമാണ് വരുന്നത്. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ 3 പ്രോബ്ലംസും 4 തിയറി ചോദ്യമാണ് വരാം. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ പ്രോബ്ലം പഠിച്ചേ പോയിട്ട് കാര്യമുള്ളൂ. കാരണം പ്രോബ്ലത്തിൽ ഫുൾ മാർക്ക് ലഭിക്കും, അതും നല്ല പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് വരാറ്. SAയിലോട്ട് പോകുന്ന സമയത്ത് 2 തിയറിയും അതുപോലെ തന്നെ 2 പ്രോബ്ലംസ് ആണ് അവിടെ വരാറ്. അപ്പോൾ അവിടെയും ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് പ്രോബ്ലം തന്നെ പഠിക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഹൈ സ്കോർ വേണമെങ്കിൽ പ്രോബ്ലം പഠിക്കണം, ബട്ട് തിയറി പഠിച്ചാലും പാസ് ആകാൻ സാധിക്കും. അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞിട്ടില്ല തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ പറ്റും. പാസ്സാകാൻ പറ്റും, ബിക്കോസ് പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പാസ്സാകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട 2 പാർട്ടിനെ പറ്റിയിട്ട്, പാർട്ട് സിയും പാർട്ട് എയും ഫോക്കസ് ചെയ്താൽ നമുക്ക് പാസ്സാകാൻ സാധിക്കും. എങ്ങനെ? പാർട്ട് എയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, 7 ചോദ്യത്തില് നമുക്ക് 4 ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിരിക്കും, 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടഫ് ആയിരിക്കും. ഇങ്ങനെയാണ് എല്ലാ പേപ്പറിലും വരാറ്. അതിൽ വരുന്ന 4 ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മെർജറിലെ ഏതെങ്കിലും ഒരു ടൈപ്പ് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ഹൊറിസോണ്ടൽ കാണാം, വെർട്ടിക്കൽ കാണാം, റിവേഴ്സ് മെർജർ കാണാം, കോൺഗ്ലോമറേറ്റ് കാണാം, കോൺസെൻട്രിക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരാറുണ്ട്. അല്ലെങ്കിൽ മെർജർ എന്താണെന്ന് മാത്രം എടുത്ത് ചോദിക്കാം. പിന്നെ ടേക്ക് ഓവർ എന്താണ്, അതിലത്തെ പലതരത്തിലുള്ള ഉണ്ട്, ടേക്ക് ഓവറിന്റെ പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ ടേക്ക് ഓവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തിയറി ചോദ്യം നമുക്ക് 2 വെയിറ്റേജിൽ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെയുള്ള പല ടേമുകളുണ്ട്. ഇപ്പൊ ഡീമർജർ, സ്പിൻ ഓഫ് എന്താണ്, സ്പ്ലിറ്റ് ഓഫ് എന്താണ്, സ്പ്ലിറ്റ് അപ്പ് എന്താണ്, അതിലേതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡിവസ്ചർ എന്താണ്, റിപ്പീറ്റ് ആണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററിലത്തെ ബേസിക് ടോപ്പിക്കുകൾ എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്താണ്, EVA. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിവിഡൻഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പിന്നെ ലിവറേജിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. ഡിവിഡൻഡ് എന്താണ്, റെലവൻസ് കൺസെപ്റ്റ് ഉണ്ട് ഡിവിഡൻഡിൽ, ഇറലവൻസ് കൺസെപ്റ്റ് ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം. ലിവറേജ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, ഇതിനെ പറ്റിയുള്ള ചോദ്യം. ലിവറേജ് എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിനെ, റിസ്കിനെ എഫക്ട് ചെയ്യുന്നത്, മറ്റൊരു ചോദ്യം. നിർബന്ധമായും പഠിച്ചിരിക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ബേസിക് കൺസെപ്റ്റ്, തിയറി, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ, ആ സെക്കൻഡ് ചാപ്റ്ററിലുള്ള മറ്റൊരു ചോദ്യം. നെക്സ്റ്റ് ലീസിങ്ങിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ലീസിങ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീസ്,
ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഒരുപാട് തിയറി ചോദ്യങ്ങൾ അവിടെയും നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഞാൻ ഓൾറെഡി ടേക്ക് ഓവറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ ഫ്രണ്ട്ലി ടേക്ക് ഓവർ, ഹോസ്റ്റൈൽ ടേക്ക് ഓവർ, ഇതൊക്കെ അവിടെ വരുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അതല്ലാണ്ട് നമുക്ക് LBO, MBO, ലിവറേജ് ബൈഔട്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ബൈഔട്ട്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ സ്വാപ്പ് റേഷ്യോ എന്താണ്, 280 റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യം. ദെൻ IRR, NPV, ഇതിന്റെ കൺസെപ്റ്റുകൾ, EPS എന്താണ്, ഇതൊക്കെ എന്താണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള 280 ചോദ്യങ്ങളാണ്. അപ്പൊ മിക്ക പേപ്പറിലും 4 എന്ന് പറയുന്നത് ഏതൊക്കെയാ? മെർജറിന്റെ ടൈപ്സ്, മെർജറിനെ പറ്റിയുള്ള ചോദ്യം, ടേക്ക് ഓവറിനെ പറ്റിയുള്ള ഒരെണ്ണം, ലീസിങ്ങിനെ പറ്റിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ, ലിവറേജിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ LBO അങ്ങനത്തെ ചോദ്യങ്ങള്, ഡിമർജറിലെ ടൈപ്പ്, ഡിവസ്റ്റർ, ഇതൊക്കെയാണ് നമുക്ക് മിക്ക പേപ്പറിലും മാറി മാറി 7 4 വരാറ്. അപ്പൊ ആ 4 കിട്ടാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഓൾറെഡി ഇതിനേക്കാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ക്വസ്റ്റ്യനിലെ 2 തിയറിയും 2 പ്രോബ്ലം ആണ് വരാറ്. അതിൽ ഈ 2 പ്രോബ്ലം എന്ന് പറയുന്നത് ഒരെണ്ണം മെർജർ ചാപ്റ്ററിൽ, മെർജറിന് ശേഷമുള്ള EPS കാൽക്കുലേഷൻ, അങ്ങനെ നമുക്ക് മാർക്കറ്റ് വാല്യൂ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം എസ്സേക്ക് നിർബന്ധമായും പഠിച്ചിരിക്കണം, പ്രതീക്ഷിക്കാം. വളരെ ഈസിയാണ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആ ഒരു പ്രോബ്ലം തന്നെ പഠിച്ചു പോകാനേ ഞാൻ പറയുള്ളൂ. പിന്നെ വരുന്നത് ബൈ ഓർ ലീസ്, ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളൊരു പ്രോബ്ലം, അതും വളരെ ഈസിയാണ് ലീസിങ് ചാപ്റ്ററിൽ. സോ ഈ 2 essay ആണ് കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിലത്തെ ഒരു തിയറിയാണ് റിപ്പീറ്റ് ആയിട്ട് വരാറ്. അതിൽ നമുക്ക് ടേക്ക് ഓവർ എന്താണ്, ടേക്ക് ഓവറിന്റെ എന്താണ് പറയുക, ഡിഫറെന്റ് ടൈപ്സ്, ടേക്ക് ഓവറിന്റെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ LBO, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു തിയറി ചോദ്യം എപ്പോഴും വരുന്നതാണ്. മെർജേഴ്സ് ആൻഡ് അക്വിസിഷന്റെ ബെനിഫിറ്റ്സ്, പിന്നെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, വളരെ ഈസിയാണ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ആ ചാപ്റ്ററിലുള്ള മറ്റൊരു ചോദ്യം. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ലാസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തിയറി ചോദ്യം ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ അതാണ് തിയറിയിൽ വരുന്ന ഒരെണ്ണം. പിന്നെ മറ്റൊരു തിയറി ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ നിന്നും തിയറി ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലിപ്പോ ഡിവിഡൻഡ് എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിസിഷൻ, ലിവറേജ് ഡിസിഷനെ പറ്റിയിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവറേജ്, അങ്ങനെ ഒരു തിയറി ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന 2 പ്രോബ്ലംസ്, 2 തിയറിയും. ഓൾറെഡി പ്രോബ്ലം പഠിച്ചിട്ടുള്ള കുട്ടികളെ പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യുക. ഒരു നിവൃത്തിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിലത്തെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തിയറിക്ക് നോക്കാം. തിയറി എന്തായാലും ഒരെണ്ണം ലഭിച്ചിരിക്കും. അത് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും അത് കിട്ടും. ബട്ട് ഞാൻ പറയണോ, തിയറി നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. പ്രോബ്ലം പഠിച്ച കുട്ടി പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യുക, ഫുൾ മാർക്ക് കിട്ടും. അതും വലിയ പ്രശ്നമില്ലാത്ത പ്രോബ്ലംസാ, ഒന്ന് വായിച്ചാൽ കിട്ടും. ബയോറിലീസും ഈ മെർജറിന്റെ പ്രോബ്ലം ഒക്കെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഒന്നാവാണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്സേയുടെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് എയും പാർട്ട് സിയും ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കും. ഇനി പാർട്ട് ബി കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ പറ്റും. പാർട്ട് ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 4 തിയറി ചോദ്യങ്ങളും 3 പ്രോബ്ലംസ് ആണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് പാർട്ട് ബിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിവിഡൻഡിന്റെ പ്രോബ്ലം ഒരെണ്ണം, ലിവറേജിന്റെ പ്രോബ്ലം ഒരെണ്ണം, ഫസ്റ്റ് ചാപ്റ്ററിൽ EVAയുടെ ഒരു പ്രോബ്ലം, ഇതാണ് മാക്സിമം വരാ. അപ്പോൾ പിന്നെ ബയോറിലീസ് ഒക്കെ ചില സമയത്ത് വരാറുണ്ട് പ്രോബ്ലം, മെർജറിന്റെയും വരാറുണ്ട്. കൂടുതൽ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലംസ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാറുണ്ട്. ഡിവിഡൻഡിന്റെ, ലിവറേജിന്റെ, EVA വരാം. പിന്നെ ഞാൻ പറഞ്ഞു ബയോറിലീസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മെർജറിന്റെ തന്നെ ഒരു പ്രോബ്ലം, EPSന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഇടാം. മിക്കതും അപ്പോൾ ഒരു 3 പ്രോബ്ലം അങ്ങനെയാണ് വരാം. പിന്നെ തിയറി ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും പാർട്ട് ബിയിൽ വരും. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ, ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, കോർപ്പറേറ്റ് വാല്യുവേഷൻ, ലിവറേജ് ബൈഔട്ട്,
പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലത്തെ മെർജർ ടേക്ക് ഓവറിന്റെ പ്രൊസീജിയേഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. EVAയുടെ ഫീച്ചേഴ്സ് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ, ഡിവിഡൻഡിന്റെ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ, ലിവറേജിനെ പറ്റിയുള്ള തിയറി ചോദ്യങ്ങൾ, ലീസിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് തിയറി, മെർജറിനെ പറ്റിയിട്ടുള്ള അതിന്റെ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും. അപ്പൊ ഈ പറഞ്ഞ പല ചോദ്യങ്ങളും തന്നെ ഇവിടെയും നമുക്ക് തിയറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് എയും സിയും ഫോക്കസ് ചെയ്താൽ തന്നെ അതിൽ നിന്ന് നമുക്ക് പല തിയറി ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ കിട്ടും. പ്രോബ്ലംസ് സെക്കൻഡ് ചാപ്റ്റർ ഫോക്കസ് ചെയ്താൽ കൂടുതൽ ലഭിക്കും. സോ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഈ പറഞ്ഞ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ പ്രോബ്ലം പഠിച്ച് പ്രോബ്ലം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്കോറിലോട്ടും തിയറി മാത്രം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് മാർക്കിലോട്ടും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സോ ഓൾറെഡി പ്രോബ്ലം പഠിച്ച കുട്ടികൾ പ്രോബ്ലം അറ്റൻഡ് ചെയ്യുക, ഒരു നിവൃത്തിയില്ല ഒന്നും ആയിട്ടില്ലെങ്കിൽ തിയറിയിലോട്ട് പോവുക. പിന്നെ എക്സാം ഹോളിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ടഫായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി തിയറി അപ്പുറത്ത് നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ തിയറിയിലോട്ട് പോവുക. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ്. സ്റ്റുഡൻസിന്റെ എക്സാം ഇതോടുകൂടി ഫിനിഷ് ചെയ്യാണ്. നിങ്ങളുടെ M.Com കഴിഞ്ഞു. ദെൻ പ്രൊജക്ട് വൈവ് ഒക്കെ നിങ്ങളുടെ കോളേജിലാണ് കണ്ടക്ട് ചെയ്യുക. ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു പേപ്പറും കൂടി ഉണ്ട്, അവർക്കും വൈവ് ഉണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.